അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുരുമുളക് കൊണ്ടാണ് കേട്ടോ. കുരുമുളക് ഉണക്കലാണ് പണി. ചാക്ക് കൊട്ടണതും ഇതാക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വീഡിയോ എടുത്തരാൻ ആളുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനൊരാളെ സെറ്റാക്കിയിട്ടുണ്ട്. ആളെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുത്ത് തരുമോ, ഞാൻ ഇതൊന്ന് ഉണക്കട്ടെ പറഞ്ഞു. അപ്പോൾ അടുത്തരാ പറഞ്ഞു. അങ്ങനെ അവരെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണക്കണത്. കുരുമുളകാണേ, അത് വെയിലത്തിട്ടിട്ട് ഉണക്കുകയാണ് കേട്ടോ. ടാർപ്പായയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കനല്ലാതെ ചിക്കണം. അതിങ്ങനെ ഇന്നലെ ചവിട്ടി വെച്ചതാകുക കാരണം അതിൽ വെള്ളം ഇങ്ങനെ ചീഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ഉണക്കി കഴിഞ്ഞ് 2 ദിവസമായി ഈ ചെടിയുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു കിളി വന്നു പോകാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഞാനത് എന്താണെന്ന് നോക്കട്ടോ. നിങ്ങളും കൂടി കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഫോണ് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് നോക്കണത്. പക്ഷേ അവർ നമ്മളെ പറ്റിച്ച് പോയി. കൂടുണ്ടാക്കിയിട്ടുള്ളൂ, കിളീനെ കാണാനില്ല. പക്ഷെ അതിൻ്റെ ഓരോരോ ഭാഗത്തും ഓരോ ചപ്പുതൊക്കെ കാണാണ്ട്. ഈ ചെടി എങ്ങനെയുണ്ട്? ഈ ചെടിയുടെ പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെയാണ് കേട്ടോ അതിൻ്റെ ഇല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ 2 മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മാങ്ങ കൊണ്ട് ഉപ്പിലിട്ടേക്കാൻ പോവുകയാണ് കേട്ടോ. മാങ്ങ ഉപ്പിലിട്ടേച്ചാൽ നല്ല ടേസ്റ്റല്ലേ, കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും ഒക്കെ ആയല്ലോ. അപ്പോൾ 2 മാങ്ങ കിട്ടിയതാണ്. മാങ്ങ പൊളിച്ചൊക്കെ നോക്കുമ്പോൾ മൂത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നെല്ലിക്കയും പൈനാപ്പിളും ബീട്രൂട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ പൈനാപ്പിൾ ഇന്നിട്ട് നാളെ തന്നെ കഴിഞ്ഞു കേട്ടോ. അതുപോലെ ബീട്രൂട്ട് ആരും തൊട്ടിട്ടില്ല. മാങ്ങയും കഴിഞ്ഞു. മാങ്ങ ഇപ്പോൾ ഇത് 2ാം വാരമായിട്ടിടുന്നത്. 1ാം വാരം ഇട്ടത് കഴിഞ്ഞു, 2ാം വാരമാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒക്കെ മാങ്ങ കിട്ടുമ്പോൾ നല്ല അതിർപ്പല്ലേ. പിന്നെ നെല്ലിക്ക ഉണ്ട്. നെല്ലിക്ക ഇട്ടത് കുറച്ചും കൂടി ഉണ്ട്. ബാക്കിയൊക്കെ മക്കൾ തിന്ന് തീർത്തു. അവർ വെറുതെ ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും എടുക്കും. എന്നിട്ട് ഫുള്ളായിട്ട് തിന്നൂല, കടിച്ച് കളയും. എപ്പോഴും അച്ചാറോ ഉപ്പിലിട്ടതോ ഒക്കെ വേണം. അച്ചാറില്ലാതെ ചോറ് തിന്നാൻ തന്നെ വയ്ക്കില്ല. ആദ്യത്തെ മാങ്ങ മൂത്തുണ്ടായിരുന്നു. 2ാമത്തെ മാങ്ങ നിങ്ങൾ കണ്ടില്ലേ, അണ്ടി ഉറച്ചിട്ടും കൂടിയില്ല. ഇപ്പം അതൊക്കെയാണ് മാങ്ങ. പക്ഷെ ഈ സമയത്ത് ചില ആൾക്കാർ പഴുത്ത മാങ്ങ തിന്നവരുണ്ട് കേട്ടോ. ചില ആൾക്കാർ എന്നല്ല, ഞങ്ങൾ തന്നെ തിന്നിട്ടുണ്ട്. പഴുത്ത മാങ്ങ തിന്നിട്ടുണ്ട്. ചിലയിടത്തിലൊക്കെ ആദ്യം ആവും, ചിലയിടത്തിൽ പിന്നെ ആവുള്ളൂ. അങ്ങനെയൊക്കെ. ഞാൻ ഉപ്പിലിടുന്നത് എങ്ങനെ വെച്ചിട്ടാ, സുർക്കയും തിളച്ച വെള്ളമല്ലേ അതും ഉപ്പും 2 പച്ചമുളക് കൂടുന്നുണ്ട് കേട്ടോ. അതിട്ടിട്ടാണ് ഞാൻ സുർക്കയിലിടുക കേട്ടോ. അതിനിപ്പോൾ അതാത്തേക്ക് ഇരിക്കൊന്നുമില്ല, അത് എളുപ്പം കാലിയാവുമല്ലോ. തിളച്ച വെള്ളമാട്ടോ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പ് കഴിഞ്ഞിരിക്കണം, കല്ലുപ്പിഞ്ഞ് മേടിക്കണം. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ ഉള്ളൂ നമുക്ക് കാര്യം. കൈയിൻ്റെ വിരലിൻ്റെ മുകളിൽ ഉപ്പാട്ടോ, എന്താന്ന് വിചാരിക്കണ്ട. ഇതുണ്ടോ, നുറുക്കിയിട്ട് സുർക്കയും ഉപ്പും മുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, അപ്പം നമ്മുടെ ഉപ്പിലിട്ട് റെഡിയായി.